LDFിന്റെ അതായത് പിണറായി വിജയന്റെ ഭരണം ഏതായാലും നഷ്ടപ്പെടുമെന്ന് കേരളം മനസ്സിൽ വിധിയെഴുതി കഴിഞ്ഞു. അതോടെ സർക്കാർ മാറിയാൽ എല്ലാ തട്ടിപ്പുകളും ഇനി അന്വേഷണ വിധേയമാകുമെന്നും പിടിക്കപ്പെടുമെന്നും വളരെ വ്യക്തമായിരിക്കുന്നു. അതുകൊണ്ട് തട്ടിപ്പ് നടത്തിയവർ മാത്രമല്ല, തട്ടിപ്പ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘങ്ങൾ പോലും പിണറായി വിജയനെ കൈവിട്ട് കഴിഞ്ഞു. അതോടെ സത്യം ഓരോന്നും പുറത്തു വരികയാണ്. യഥാർത്ഥ അന്വേഷണത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കൂടുതൽ പേർ പ്രതികളാകുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. അതുപ്രകാരം 3 പ്രമുഖരാണ് പ്രതിപ്പട്ടികയിൽ വരുന്നത്. അതായത് ദ്വാരപാലക പാളി കേസിൽ 2 പേരെയും കട്ടിളപ്പാളി കേസിൽ ഒരാളെയും പ്രതി ചേർക്കുമെന്ന് SIT ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. ആകെ 4 പേരുടെ പങ്കാളിത്തത്തിൽ കൂടുതൽ പരിശോധന നടത്തിയെന്നും അതുപ്രകാരം കുറ്റകൃത്യത്തിൽ 3 പേരുടെ പങ്കാളിത്തം വളരെ വ്യക്തമായി സ്ഥിരീകരിച്ചുവെന്നും SIT വ്യക്തമാക്കിയിരിക്കുന്നു. അതോടെ സംസ്ഥാന സർക്കാർ വീണ്ടും കുരുക്കിലേക്ക് നീങ്ങുകയാണ്. അവരെ അറസ്റ്റ് ചെയ്യാതെ നിർവാഹമില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഈ മോഷണമെല്ലാം നടന്നത് പിണറായി ഭരണകാലത്ത് എന്നുള്ളത് കൊണ്ട് തന്നെ മോഷണത്തിൽ പങ്കാളികളായവരും ഏതാണ്ട് അവരുമായി ബന്ധമുള്ളവർ എന്ന് വളരെ വ്യക്തമാണ്. ഇനി ആരാണ് എന്നുള്ള ഒരു ചോദ്യം വ്യക്തമാകാത്ത സ്ഥിതിക്ക് ഇതിൻ്റെ സ്വഭാവം എല്ലാവരും അന്വേഷിക്കുകയാണ്. അതായത് മോഷണത്തിനാണ് അറസ്റ്റിലാകാൻ പോകുന്നത് എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. കാരണം ദ്വാരപാലക ശില്പവും അതുപോലെ കട്ടിളപ്പാളിയും മോഷണം നടത്തിയതിലാണ് ഇനി അറസ്റ്റും ചോദ്യം ചെയ്യലും ഒക്കെ നടത്താനുള്ളത്. അപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ട അടൂർ പ്രകാശിൻ്റെയും കടകംപള്ളിയുടെയും പേരുകൾ ഇതിൽ ചർച്ചയായി വരുന്നത് സ്വാഭാവികമാണ്. അതിൽ അടൂർ പ്രകാശിന് ശബരിമലയുമായി ബന്ധമൊന്നുമില്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചില ബന്ധമുണ്ട് എന്നുള്ളതാണ് ചോദിച്ചറിഞ്ഞത്. പക്ഷെ കടകംപള്ളി സുരേന്ദ്രൻ അങ്ങനെയല്ല. പ്രധാന സൂത്രധാരനാണ് കടകംപള്ളി എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പറഞ്ഞതായും കേൾക്കുന്നു. മുഖ്യമന്ത്രിയുമായി സംസാരിച്ചതെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാക്കുകളെല്ലാം സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുകയാണ് വേറെയും. അപ്പോഴാണ് 3 പേർ പ്രമുഖർ എന്നുള്ള ചോദ്യത്തിൽ അതാരാണ് എന്ന് പറയുമ്പോൾ എല്ലാ കണ്ണുകളും സർക്കാരിലേക്കും പിണറായി വിജയനിലേക്കും നീങ്ങുകയാണ്. ദ്വാരപാലക കട്ടിളപ്പാളികൾ പോറ്റിയും സംഘവും അപ്പാടെ മാറ്റിയോ എന്നതിൽ ഇപ്പോഴും ഉത്തരമായിട്ടില്ല. അത് കണ്ടെത്താൻ കഴിയുന്നില്ല. കാരണം അങ്ങനെ കണ്ടെത്തുന്നതിൽ തടസ്സമായി നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എന്നുള്ളത് വരെ പറഞ്ഞു കേൾക്കുന്നു. ഏതായാലും VSSCയിലായിരുന്നു പരിശോധനയെങ്കിലും യഥാർത്ഥ പാളികൾ തന്നെയാണോ എന്നതിൽ ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട്. ചെമ്പ് ഷീറ്റുകളുടെ ഘടനയിൽ നേരിയ വ്യത്യാസമുണ്ടെങ്കിലും പാളികൾ അപ്പാടെ മാറ്റിയോ എന്ന് വിദഗ്ധർ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അതിനാലാണ് ഈ പാളികളിലെ സാമ്പിൾ വീണ്ടും ശേഖരിക്കണമെന്നും മുംബൈയിലെ ബാബ അറ്റോമിക്സ് റിസർച്ച് സെന്ററിന് കീഴിലുള്ള ലാബിലും പരിശോധന നടത്താൻ അനുമതി വേണമെന്നും SIT ആവശ്യപ്പെട്ടത്. അതുപ്രകാരം ഈ മാസം 12-ാം തീയതി സന്നിധാനത്തെത്തി പാളികളിലെ സാമ്പിൾ ശേഖരിക്കാൻ കോടതി അവർക്ക് അനുമതി നൽകിയിട്ടുണ്ട്. കൂടാതെ പാളികളിൽ ഇപ്പോഴുള്ള സ്വർണത്തിന്റെ യഥാർത്ഥ അളവും ഈ പരിശോധനയിൽ കണ്ടെത്താൻ കഴിയും. ഇതൊക്കെ മാറ്റിയത് പിണറായിയുടെ 1ഉം 2ഉമുള്ള ഭരണകാലത്ത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മോഷണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതികളും അതിനുള്ളിൽ നിന്ന് ഉള്ളവർ തന്നെയായിരിക്കും എന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഏതായാലും അന്വേഷണ സംഘം നിഷ്പക്ഷമായാൽ തന്നെ മുഖ്യമന്ത്രി നേരിടാൻ പോകുന്നത് വലിയ പ്രതിസന്ധി തന്നെയായിരിക്കും.